നിങ്ങൾ പ്രാർത്ഥിക്കണം, പടച്ചവനെ എൻ്റെ കുട്ടിക്ക് നീ ഹിദായത്ത് കൊടുക്കണേ, വഴികേടിൽ എൻ്റെ കുട്ടിയെ പെടുത്തരുതേ എന്ന്. ഓരോ പെൺകുട്ടിയാകട്ടെ ആൺകുട്ടിയാകട്ടെ, ഒരു പെൺകുട്ടിയെ ഇന്ന് കോളേജിലേക്ക് അല്ലെങ്കിൽ പഠന കേന്ദ്രങ്ങളിലേക്ക് നമ്മൾ വിടുന്ന വേഷവിധാനങ്ങൾ വളരെ മോശമായ നിലയിലാണ്. നിങ്ങൾ കോളേജിൻ്റെ ക്യാമ്പസുകളിൻ്റെ ഗേറ്റിൽ നിങ്ങളൊന്ന് വന്നു നിൽക്കണം. ഇന്ന് കോളേജിൽ ഏറ്റവും കൂടുതൽ നമ്മളെ വഷളാക്കിക്കൊണ്ടിരിക്കുന്ന മറ്റൊരു വിഷയമാണ് തലയിലെ തട്ടം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ബ്രണ്ണൻ കോളേജിലെ അധ്യാപികയുടെ ഭർത്താവിൻ്റെ ഒരു വോയിസ് ഉണ്ടായിരുന്നു എൻ്റെ മൊബൈലിലേക്ക്. മുസ്ലിം പെൺകുട്ടികൾ മാപ്പിള പെൺകുട്ടികൾ എന്നാണ്. മുസ്ലിം പെൺകുട്ടികളാണ് കോളേജിൻ്റെ ഓഫീസിൻ്റെ മുമ്പിലൂടെ തെണ്ടി നടക്കുന്നതെന്നാണ്. കഴുകൻ്റെ കഴുത്തിലെ ആ മാല തൂവല് പോലെ ഒരു ഷാള് കഴുത്തിൽ ചുറ്റിയ പെൺകുട്ടികൾ മറക്കാത്ത മുസ്ലിം പെണ്ണുങ്ങൾ എന്നാണ് അദ്ദേഹത്തിൻ്റെ വോയിസ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഞാൻ കേൾപ്പിച്ചു തരാം. എത്ര ഖേദകരമായ സംഭവമാണ് നമ്മുടെ കുട്ടികൾ ചെയ്യുന്നതെന്നറിയോ? മഫ്തടാൻ നമ്മൾ ഒരുപാട് വർഷത്തോളം പ്രസംഗിച്ച് നമ്മുടെ നേതാക്കന്മാർ മുഴുവനും ഒരു പെൺകുട്ടി തലമറക്കാൻ വേണ്ടി ആ തലമറച്ചത് പിന്നീട് മഫ്തയുടെ 3 കോണുള്ള മഫ്തയുടെ 1 കോണ് തോളിലേക്കിട്ട് പോകാൻ തുടങ്ങി. ഇപ്പൊ നമുക്ക് മഫ്തയല്ല, ഇപ്പൊ എന്തായാലും ശരി അത് കഴുത്തിന് മാത്രം. അതിങ്ങനെ എന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും. പണ്ട് മുതലേ ഞാൻ കേൾക്കുന്നത് ഇതാണ്, മിൻഹ അവിടെ മറക്ക്, മിൻഹ ഈ ഷാൾ ഇങ്ങോട്ട് ഇറക്ക്, മിൻഹ ഷാൾ അങ്ങനെ ആക്ക്. അപ്പോൾ പണ്ട് മുതലേ ഞാൻ കേൾക്കുന്നത്, എനിക്ക് ഇത് ഭയങ്കര ബോറായി. എൻ്റെ ഫാമിലി മാരേജ് കല്യാണങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ മാത്രം ഉണ്ടാവും ഒരു പെൺകുട്ടി ഷാൾ ചുറ്റിയിട്ട് ഒരു പർദ്ദയോ അല്ലെങ്കിൽ ഒരു ഫുൾ കൈ ഡ്രസ്സോ ലൂസ് ഡ്രസ്സ് ഇട്ടിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടി. ബാക്കി എല്ലാവരും മേക്കപ്പ് ഇട്ട് ഷാളില്ല ഫുൾ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് നിൽക്കുന്ന സമയത്ത് എനിക്ക് സങ്കടമായിരുന്നു. കാരണം അവരെല്ലാവരും നല്ല മോഡേൺ ആയിട്ട് നടക്കുന്നു, ഞാൻ മാത്രം ഷാളിട്ട് മഫ്തയിട്ട്. കാരണം ആളുകൾ കാണുമ്പോൾ പറയും നല്ല ഇസ്ലാമിക് ആയിട്ടുള്ള കുട്ടി, പക്ഷേ എൻ്റെ മനസ്സിൽ ഇതൊന്നും ആയിരുന്നില്ല. എനിക്കിങ്ങനെ മോഡേൺ ആയി നടക്കാൻ പറ്റുന്നില്ല ഒരു ചിന്തയായിരുന്നു. കഴുത്തിന് മാത്രമുള്ളൊരു വേഷമായി നമ്മുടെ ഉമ്മമാരും കുട്ടികളും പെൺകുട്ടികളും ഇതുപോലെ വീടുകളിൽ നിന്ന് ഇറങ്ങുന്നു എന്നുള്ളത് നമ്മുടെ സങ്കടം നമ്മളോടാ പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ അങ്ങനെ ഇട്ടു എന്നല്ല ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം. മറക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് ജാഹിലിയൻ കാലഘട്ടത്തിലുള്ള സ്ത്രീകൾ അഴിഞ്ഞാടിയതാണ്. ജാഹിലിയത്തിലുള്ള സ്ത്രീകളുടെ അഴകിനെ കുറിച്ചാണ് ഇമ്രുൽ കൈസ് പോലെയുള്ള കവികൾ കവിതകൾ രചിച്ചത്. ആ തിന്മയെ ദൂരീകരിച്ചുകൊണ്ട്, ആ തിന്മയെ തടഞ്ഞുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത്. അത് പാടില്ല എന്നുള്ളത് ഖുർആൻ കൽപ്പിച്ചു. മനുഷ്യ സ്ത്രീകളോട്, മനുഷ്യരായ നമ്മളോട്, മൃഗങ്ങളോടല്ല, നിങ്ങളുടെ മറക്കണമെന്ന് ഖുർആന്റെ കൽപ്പന അതിഭയാനകമായ കൽപ്പനയാണത്. The women of the Prophet sallallahu alaihi wasallam, by that I mean the women who were first there, who heard these verses first, their response when they heard the verse was an immediate tearing of fabric that they had embroidered and stitched. Now, if you embroider and stitch fabric, you value it. They took this valuable fabric, tore it, and put it upon themselves. What does this tell us? It tells us that they heard, they understood, they responded. It tells us that Allah subhanahu wa ta'ala, that our sharia, our law, is based on looking at the personal responses of women to the Quran. The hijab is an empowering to Islam, system. Realized, it is a system that gives women the opportunity to avoid the sexual exploitation that has been part of the capitalist system. Hijab is a blessing. The hijab is a standard that says I am a Muslim. She saw me stopping all of the haram things that I was doing, and she realized that when I converted to Islam, I was closer to God, and that's what made her happy. What does the Quran say? What does the Quran say? To identify ourselves as being Muslim. That's number one, that we would be recognized. We put this on. This is an act of truthfulness, all right, so that everybody will know that we are Muslim women. We want everyone to know that we are Muslim women. We are proud of being a Muslim women. But then this says a lot too. See, what this tells everyone who sees me is what stands before you is a woman of enormous strength, enormous courage and integrity. This woman will not lie. She will not cheat. She will not deceive. She will be the best employer, the best employee, the best friend, the best advisor, the best counselor. That's a Muslim woman.
You can trust her. And it's a warning. It looks up here and it tells to everybody what stands before you is a woman who knows her worth. She knows her value. She is not a toy. So don't even try to play with her. This is a woman you take serious. See, my hijab lets people know straight up front that I want to be set apart from everyone else. I want you to know who I am, and this is what you have a right to expect from me. Read the Quran, read it again, read supporting literature. Couldn't believe what I was reading because the Quran makes it perfectly clear, crystal clear, that women are equal in spirituality, worth and education. And as a feminist, I found this quite breathtaking. Really learning about Prophet Muhammad, peace and blessings be upon him, was just reminded me so much of what I learned about Jesus. My first encounter with Islam was the concept of hijab. And I learned more about Islam and became a Muslim. The hijab has been defined and described by many people in many different ways. I personally don't like the descriptions that talk about, but rather the verses of Quran that speak to us of hijab, speak to us of empowerment. And yu'rifna wala yu'dain. That we should put on this scarf, wear our hijab, in order that we might be known. We stand as a standard for our religion, a standard that stands strong and calls to all and says, I am a Muslim woman. I am a religious woman. I am a woman of faith. I stand for a certain way of thinking, a certain way of belief. Allowing the maximum freedom possible, the freedom that Allah subhanahu wa ta'ala, that God has given us to choose to do right or choose to do wrong, with the need to have rules that regulate our lives here on this earth so that we don't impede on each other's freedoms, as well as rules or guidelines that help us develop a close and meaningful relationship with Allah so that we can attain His pleasure and ultimately His eternal presence. നല്ല മുസ്ലിം പെൺകുട്ടി ലോകത്ത് തന്നെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരുപാട് മുസ്ലിം പെൺകുട്ടികൾക്ക് ഒരു റോൾ മോഡലായി തീരാൻ പറ്റുന്ന എന്നൊരു തരത്തിലുള്ള ഒരു തോട്ടാണ് എനിക്ക് ഉണ്ടായിരുന്നത്. ഞാൻ ഗേൾസ് മൂവ്മെൻറ്റ്, ഗേൾസിൻ്റെ ഒരു ഫ്രീഡത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തു. ആ തുടങ്ങുന്ന സമയത്ത് തന്നെ എൻ്റെ പാരൻസ് എൻ്റെ അടുത്ത് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, നമ്മൾ മുസ്ലിങ്ങളാണ്, നമുക്ക് ഉണ്ടായ ചില ചിട്ടങ്ങളുണ്ട്, അത് നീ ഒരിക്കലും തെറ്റിക്കരുത്, അത് തെറ്റിക്കാൻ തന്നെ എനിക്ക് ഈ ലോകത്ത് അറിയപ്പെടാൻ പറ്റുമോ, പടച്ചോൻ അത്രയും നിൻ്റെ കൂടെ ഉണ്ടാവും എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ മുന്നോട്ട് പോയത് തന്നെ. മോട്ടിവേഷൻ മാത്രമല്ല, പക്ഷേ ദീനിലൂടെ എനിക്ക് മുന്നോട്ട് ഉയരാൻ പറ്റും എന്നുള്ള തരത്തിൽ പടച്ചോൻ എനിക്ക് കാണിച്ചെന്ന വഴിയായിരിക്കാം ഇൻഷാ അല്ലാഹ്. നമ്മുടെ ജീവിതത്തിൽ ഞാൻ എൻ്റെ ഫോളോ ചെയ്തൊരു സംഭവമാണ്, ഖുറാൻ ഫോളോ ചെയ്തു. അതുപോലെ തന്നെ 3 കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവന്നു. ഗ്രാറ്റിറ്റ്യൂഡ്, ഫോർഗീവ്നെസ്, കൈൻഡ്നെസ്. ഇപ്പോഴും എൻ്റെ അടുത്ത് പറയുന്ന കാര്യമാണ്, മിൻഹ ഫ്രണ്ട് മാർക്ക്, ബാക്ക് മാർക്ക്, ഷാൾ ഇടുമ്പോൾ ശ്രദ്ധിക്ക്, ഓഡിയൻസിൻ്റെ അടുത്ത് പോകുമ്പോൾ ഷാൾ റെഡിയാക്ക്. അതിങ്ങനെ എന്നും പറഞ്ഞുകൊണ്ടേയിരിക്കും. പണ്ട് മുതലേ ഞാൻ കേൾക്കുന്നത് ഇതാണ്, മിൻഹ അവിടെ മാർക്ക്, മിൻഹ ഈ ഷാൾ ഇങ്ങോട്ട് ഇറക്ക്, മിൻഹ ഷാൾ അങ്ങനെ ആക്ക്. അപ്പോൾ പണ്ട് മുതലേ ഞാൻ കേൾക്കുന്നത്, എനിക്ക് ഇത് ഭയങ്കര ബോറായി. എൻ്റെ ഫാമിലി മാരേജ് കല്യാണങ്ങളൊക്കെ വരുന്ന സമയത്ത് ഞാൻ മാത്രം ഉണ്ടാവും ഒരു പെൺകുട്ടി ഷാൾ ചുറ്റിയിട്ട് ഒരു പർദ്ദയോ അല്ലെങ്കിൽ ഒരു ഫുൾ കൈ ഡ്രസ്സോ ലൂസ് ഡ്രസ്സ് ഇട്ടിട്ട് നിൽക്കുന്ന ഒരു പെൺകുട്ടി. ബാക്കി എല്ലാവരും മേക്കപ്പ് ഇട്ട് ഷാളില്ല ഫുൾ ഹെയർ സ്റ്റൈലൊക്കെ ചെയ്ത് നിൽക്കുന്ന സമയത്ത് എനിക്ക് സങ്കടമായിരുന്നു. കാരണം അവരെല്ലാവരും നല്ല മോഡേൺ ആയിട്ട് നടക്കുന്നു, ഞാൻ മാത്രം ഷാളിട്ട് മഫ്തയിട്ട്. കാരണം ആളുകൾ കാണുമ്പോൾ പറയും നല്ല ഇസ്ലാമിക് ആയിട്ടുള്ള കുട്ടി, പക്ഷേ എൻ്റെ മനസ്സിൽ ഇതൊന്നും ആയിരുന്നില്ല. എനിക്കിങ്ങനെ മോഡേൺ ആയി നടക്കാൻ പറ്റുന്നില്ല ഒരു ചിന്തയായിരുന്നു. പിന്നീട് എനിക്ക് വലുതായപ്പോൾ തോന്നി, ഉമ്മ എന്തുകൊണ്ടാണ് ആ സമയത്ത് എന്നെ അങ്ങനെ വളർത്തിയെന്നുള്ളത്. മാഷാ അല്ലാഹ് ഇപ്പോൾ എനിക്ക് എൻ്റെ ഒരു ഷാളിൻ്റെ രീതി അല്ലെങ്കിൽ എൻ്റെ ഡ്രസ്സിങ് സ്റ്റൈൽ എനിക്ക് മാറിയ എനിക്കെന്നെ ഭയങ്കര അൺകംഫർട്ടബിളാണ്. ബിക്കോസ് ഞാൻ അങ്ങനെ വളർന്നു വന്നു, എൻ്റെ പാരൻസ് എന്നെ അങ്ങനെ വളർത്തി. അതിൽ ഞാൻ ഇപ്പോഴും അഭിമാനിക്കുന്നു അവരെ കുറിച്ച് ഓർത്തിട്ട്. മക്കളെ നിങ്ങൾ അവിടെ മറക്കുക, നിങ്ങൾ ഷാൾ ശരിക്കിടുക. ഷാളിൻ്റെ കാര്യത്തിലാണ് മെയിനായിട്ട് പെൺകുട്ടികളോട് പറയാറുള്ളത്, ഡ്രസ്സിൻ്റെ കാര്യത്തിലും. ടൈറ്റ് ഫിറ്റ് ഇടല്ലേ, ലൂസാക്കി ഡ്രസ്സ് ഇട്, ഷാൾ മര്യാദക്ക് ഇട്, ഷാൾ അങ്ങനെ ഇടല്ലേ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷനാണ്. ഒന്ന് നിർത്തിയുമ്പോൾ ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ നടക്കട്ടെ, എനിക്കൊരു ഫ്രീഡം തരി
എനിക്കെന്താ ഞാൻ ഇഷ്ടമുള്ള പോലെ നിങ്ങൾ നടക്കാൻ സമ്മതിക്കാത്ത എന്നുള്ള തരത്തിലുള്ള തോട്ട് പലപ്പോഴും നമുക്ക് വന്നിട്ടുണ്ടാകും. എനിക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഞാനും നിങ്ങളുടെ ഈ ഏജിലുള്ള 10th കഴിഞ്ഞൊരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പാരൻസ് എൻ്റെ അടുത്ത് എത്രത്തോളം പറഞ്ഞിട്ടുണ്ടോ അത്രയും ദേഷ്യം എനിക്ക് എൻ്റെ പാരൻസിനോട് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ ഒരിക്കലും അവരുടെ അടുത്ത് നോ പറഞ്ഞിട്ടില്ല. ഉമ്മ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് ഞാൻ സ്വീകരിച്ചു. അതിലൂടെ ഞാൻ മുന്നോട്ട് പോയി റാഹത്തായി പടച്ചോൻ്റെ രീതിയിൽ, പടച്ചോൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ മുന്നോട്ട് പോയോണ്ടായിരിക്കാം പടച്ചോൻ എനിക്ക് ഈ ഒരു അനുഗ്രഹം തരുന്നതും ഈ ഒരു നല്ല വേദികൾ തരുന്നത്. മാഷാ അല്ലാഹ്. കുട്ടികളെന്ന നിലക്ക് നമ്മളതിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുക. കാരണം നമ്മൾ അങ്ങനെയാണ് വളർന്നിട്ടുള്ളത്. നമുക്ക് എന്താണോ പടച്ചോന് അല്ലെങ്കിൽ പ്രവാചകൻ അല്ലെങ്കിൽ ഖുറാൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് അത് മുറുകെ പിടിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകാനാണ് എനിക്ക് പറയാനുള്ളത്. പല തരത്തിലും നമ്മളെ വഴിതെറ്റിക്കാനും, ഇപ്പോൾ പലരും അബ്രോഡ് സ്റ്റഡി മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടാവും. നിങ്ങൾ എവിടെയും വെക്കോ, നിങ്ങൾ എവിടെ പോയും പഠിച്ചോ, പക്ഷേ നമുക്ക് കിട്ടിയൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. നമ്മൾ ജനിച്ച് വളർന്നൊരു ഐഡൻറ്റിറ്റി ഉണ്ട്. നമുക്ക് പടച്ചോൻ പറഞ്ഞു തന്ന്, നമുക്ക് പ്രവാചകൻ പഠിപ്പിച്ചു തന്ന്, നമുക്ക് നമ്മുടെ ഖുറാൻ പഠിപ്പിച്ചു തന്ന ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. അതൊരിക്കലും മാറ്റാതെ നമ്മൾ അതിൽ മുറുകെ പിടിച്ചുകൊണ്ട് പോയാൽ നമുക്ക് ഈ ലോകത്തും വിജയം ഉണ്ടാവും, പരലോകത്തും വിജയം ഉണ്ടാവും. അവിടെയാണ് നമ്മൾ വിജയിക്കുന്നത്. പടച്ചോൻ നമ്മളെ അനുഗ്രഹിക്കണം, അല്ലെ പടച്ചോൻ്റെ രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പടച്ചോൻ പറയുന്ന രീതിയിൽ നമ്മൾ ജീവിക്കണം. 5 വക്ത് നമസ്കരിക്കണം, ഖുറാൻ ഓതണം, പടച്ചോന് വേണ്ടി പ്രാർത്ഥിക്കണം. 5 വക്ത് നമസ്കാരം എന്ന് പറയുന്നത് പടച്ചോൻ നമ്മളെടുത്ത് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. അതൊരിക്കലും മാറ്റി വയ്ക്കാതിരിക്കുക. നമ്മൾ ഇസ്ലാമികമായിട്ട് മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് നല്ലൊരു വിജയം ഈ ലോകത്തും പരലോകത്തും. ഞാൻ ഏത് മോട്ടിവേഷൻ ക്ലാസ്സിന് പോയാലും ഏത് തരത്തിലുള്ള എന്ത് ക്ലാസ്സിനായിക്കോട്ടെ ഞാൻ പറയുന്നത് ഇത് തന്നെയാണ്. നിങ്ങൾ ഈ ലോകത്തും പരലോകത്തും വിജയിക്കുന്ന രീതിയിൽ നിങ്ങൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏത് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് ആയിക്കോട്ടെ അവരൊക്കെ എടുക്കുന്നത് എന്താണ്? ഖുറാനാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് അഭിമാനത്തോടെ പറയാം, ഞാൻ മുസ്ലിമായി ജനിച്ചു, ഞാൻ മുസ്ലിം പെൺകുട്ടിയായി ജനിച്ചു, എനിക്ക് ഇനി ഇത് ഈ ഒരു മറവോടുകൂടി എനിക്ക് ഈ ഒരു ചിട്ടിയോടുകൂടി മുന്നോട്ട് പോകണം എന്നുള്ള നമുക്ക് അഭിമാനത്തോടെ നമുക്ക് പറയണം. അവിടെയാണ് നമ്മളെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ മുസ്ലിം പെൺകുട്ടികളെ നിലക്ക് ഒരു നല്ല രീതിയിൽ പടച്ചോനെ മുറുകെ പിടിച്ചുകൊണ്ട് ഈ ലോകത്തും പരലോകത്തും ഉപകാരപ്പെടുന്ന പെൺകുട്ടികളായി മുന്നോട്ട് പോവാം.